മഴ വന്നു, പച്ചപ്പുകളൊക്കെ നിറയാൻ തുടങ്ങി. നല്ല മനോഹരമായ സ്ഥലമായി മാറി. ഉണങ്ങിയ പുല്ലുകളൊക്കെ മഴ പെയ്തതോടെ നല്ല പച്ചപ്പിലായി പടർന്നു പൊങ്ങി. ഈ കാണുന്ന മരം, ഇത് കണ്ടോ? ഈ മരത്തിൻ്റെ ഇല ചുവപ്പോ കറുപ്പോ അല്ല. പറഞ്ഞു വന്നത്, വേനൽക്കാലത്ത് ആരോ നമ്മുടെ റബ്ബർ കാട്ടിൽ തീ പടർത്തി, പിന്നീട് അത് ശക്തമായ തീയോടെ പടർന്നു പൊങ്ങിയപ്പോൾ ഇരുത്ത് കാണുന്ന പനമരം എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. പനമരം വീഡിയോ കാണുന്നവരുടെ നാട്ടിലൊക്കെ എന്ത് മരമാണെന്ന് അറിയില്ല, പറയുന്നറിയില്ല. പനമരം, ഇതാണ് പനമരം. അതിൻ്റെ കടക്കലൊക്കെ ശക്തമായ തീയാൽ കറുത്തു. ആളുകൾ കണ്ട പാട് തന്നെ ഓടി തീ കടത്തിയ കാരണം വലിയ നാശനഷ്ടങ്ങളൊന്നും വന്നില്ല. അതിന് ശേഷം ഉണങ്ങിപ്പോയ നമ്മുടെ മരങ്ങളാണതൊക്കെ. ഇതുവരെ പച്ചപ്പും മറ്റു കാര്യങ്ങളൊന്നും പടർന്നു വന്നിട്ടില്ല. ആ ഒരു മരം അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ആ മരത്തിൻ്റെ ഒത്തൊക്കെയല്ലേ, എന്താ മനോഹരമായ കാഴ്ചയാണ്. അതിനുള്ളിൽ പാമ്പുണ്ടോ എന്നൊക്കെ അല്ലാതെ അങ്ങനെയുണ്ടോ. ഒന്നാമത്തെ മരം ഉണങ്ങിയിരുന്നു, തീയും കൂടി പിടിച്ചപ്പോൾ ഉഷാറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാഴ്ചയാണ് കണ്ട. ഇതൊക്കെ വള്ളിയായിരുന്നു, വള്ളി പടർന്ന് മരത്തിന്മേലേക്കിട്ട് പൊങ്ങിയ നല്ല ഇതായിരുന്നു. ഇനി മഴ വന്ന് ഒന്ന് പച്ചപ്പ് പിടിക്കുമെന്നറിയില്ല. ഏതായാലും ഇതൊക്കെ ഒരു കാഴ്ച വസ്തുവായി കിടക്കുകയാണ്. ഇത് ഉണങ്ങി പോവുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വേര് പോലെ ഉണർത്തി നമുക്ക് കിട്ടും. ഓക്കെ, നല്ല സ്ഥലം, വന്നിരിക്കാനും ചൂട് കാലത്തൊക്കെ തണുപ്പ് ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഭാഗമുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ.